ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ദേവൂട്ടൻ്റെ ടീച്ചർ അമ്മാമ്മയുടെ വീട്ടിലോട്ടാണ് കേട്ടോ നമ്മളിന്ന്. അപ്പം ഇന്നും കൂടെ ഉള്ളൂ ദേവൂട്ടന് ട്യൂഷൻ. അങ്ങനെയാണ് ഒരു ചെറിയൊരു ഗിഫ്റ്റൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ചെറിയ ഗിഫ്റ്റൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. അപ്പം വാ, നിങ്ങളും കൂടെ വാ. അപ്പം എൻ്റെ ക്യാമറാമാൻ എൻ്റെ രണ്ടാമത്തെ മകനാണ്. അപ്പം നല്ല മഴയാണ്. അപ്പം ഇന്നും കൂടെ പഠിപ്പിച്ചിട്ട് നിർത്താമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇന്നെന്തായാലും അവനെ ഇരുത്തുന്നില്ല, മഴ ആയതുകൊണ്ട്. അവർക്ക് അവൻ്റെ ടീച്ചറമ്മയാണ്. ടീച്ചറമ്മയ്ക്ക് ഇന്നത്തെ ഫീസും ഒരു ചെറിയൊരു ഗിഫ്റ്റും കൊടുത്തിട്ട് നിർത്താമെന്ന് വിചാരിക്കുന്നു. നമുക്കൊട്ടും താല്പര്യമില്ല അവനെ ട്യൂഷനിൽ നിന്ന് മാറ്റാനായിട്ട്. പക്ഷേ അവർക്ക് വലിയ അസുഖമില്ല. അവർ ഒത്തിരി വർഷമായി വേറെ കുറേ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുന്നിലമ്മമ്മ എന്നാണ് അവർ പറയുന്നത്. ദേവൂട്ടൻ ടീച്ചറമ്മ. അങ്ങനെ ദേവൂട്ടൻ ഗിഫ്റ്റൊക്കെ കൊടുത്ത് ദേവൂട്ടനെ തിരിച്ച് അവന് മിഠായിയൊക്കെ കൊടുത്ത് അവൻ കാല് തൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു. മോനെ നല്ലോണം പഠിക്കണം, മോനെയാണ് ഞാൻ ലാസ്റ്റ് പഠിപ്പിച്ചിറങ്ങുന്നത് എന്നൊക്കെ ടീച്ചറമ്മ പറഞ്ഞു. അങ്ങനെ അവൻ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് അവൻ പഠിച്ച് വലിയ ആളാവും എന്നൊക്കെയാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. അവർ നന്നായി പഠിപ്പിക്കുമായിരുന്നു കേട്ടോ, നല്ലോണം അക്ഷരങ്ങൾ പഠിപ്പിക്കും. അങ്ങനെ അവർ പഠിപ്പിച്ച് നന്നായിട്ട് അവൻ പഠിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ട്യൂഷൻ ടീച്ചർ അമ്മാമ്മ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് ദേവൂട്ടന് ചോക്ലേറ്റൊക്കെ കൊടുത്ത് അമ്മാമ്മ നമ്മൾ ഇറങ്ങുകയാണ്. നമ്മൾ വീട്ടിലോട്ട് പോകാൻ പോവാണ്. അപ്പം നമ്മൾ പോവുകയാണ്. അപ്പം ദേവൂട്ടന് ഇന്നത്തെ ലാസ്റ്റ് ട്യൂഷനായിരുന്നു. അപ്പോൾ നമുക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു മതിയാക്കാനായിട്ട്. നല്ലോണം പഠിപ്പിക്കും കേട്ടോ അവർ, നല്ലോണം അക്ഷരങ്ങൾ പഠിപ്പിക്കും. അപ്പോഴത്തേക്ക് പറഞ്ഞതാണ്. പക്ഷേ അവർ ഒത്തിരി വർഷങ്ങളായി അവർ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് പിന്നെ ക്ഷീണവും കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് അവർ മതിയാക്കി. ഭയങ്കര വിഷമത്തോടെയാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ. സിനി സന്തോഷ്.